ഹലോ മല്ലൂസ്. അപ്പോൾ വീട്ടിലെത്തിക്ക് വേണ്ടി കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വിസ്മയിലോട്ട് പോവുകയാണ് കേട്ടോ. കാട്ടാക്കടയുള്ള വിസ്മയിലോട്ടാണ് ഞങ്ങൾ പോണത്. പോണ വഴിക്കുള്ള റോഡിലുള്ള കാഴ്ചകളാണിത്. അപ്പോൾ പോണ വഴിക്ക് ഞാനും അതും കൂടെ കുറച്ച് ക്യൂട്ട്നെസ് വാരി ഇരുത്തരാൻ വേണ്ടി വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചു. അതും അതിലെ ലിപ്സ്റ്റിക്കിൻ്റെ ഫിൽറ്റർ നോക്കിയാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഡ്രൈവിംഗ് മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ചേട്ടൻ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങോട്ട് ഓടാൻ ഇങ്ങോട്ട് ഓടാനൊക്കെ അത് ഭയങ്കര ബഹളമായിരുന്നു. അതിൻ്റെ ഇതാണ് വിടാത്തത് കൊണ്ടാണ് അവളിങ്ങനെ കിടന്ന് ഓടണത്. പിന്നെ എൻ്റെ കുറച്ച് വീഡിയോ എടുക്കും ഒരു അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടുകയാണിതാ. അപ്പോൾ ചേട്ടാ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു ഓടണത്. അത് ചെന്ന് അത് കഴിഞ്ഞ് അവൾ മുകളിൽ കയറിയപ്പോഴത്തേക്കും അവൾക്ക് പിന്നെ ഈ വണ്ടി കണ്ടപ്പോൾ അവൾക്ക് ആ വണ്ടിക്കകത്ത് കയറണമെന്നായി. പിന്നെ ചേട്ടാ അതിൽ കയറ്റി ഇരുത്തി. പിന്നെ അതിലായിരുന്നു ഫുൾ അവളെ സവാരി. പോണ വഴിക്ക് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടാത്ത സാധനങ്ങളായതുകൊണ്ട് അവൾ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ സൈഡിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അതുകൊണ്ട് ബേക്കറി സെക്ഷനിലെത്തി. അപ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ കാണിച്ചിരിക്കുന്നു. പിന്നെ അവൾക്ക് വേണ്ടി ഒരു സ്വീറ്റ്സ് എടുത്ത് ഞാൻ കയ്യിൽ കൊടുത്തപ്പോൾ അവളത് നല്ല സേഫായിട്ട് അവൾ വണ്ടിയിൽ ഇടുന്നുണ്ട്. അവൾക്കറിയാം എല്ലാം അവൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണെന്ന്. അത് അവളെല്ലാം വണ്ടിയിലിട്ട് സേഫായിട്ട് വെച്ചു. പിന്നെ പോണ വഴിക്ക് ഒരു ലേസ് കൊടുത്തപ്പോൾ അതും അവളെടുത്ത് വണ്ടിക്കകത്ത് ഇട്ട്. അടുത്ത ഇനി എന്തുണ്ട് അമ്മയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ ബാക്ക് ടു സ്കൂൾ അവിടെ നടക്കണോണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ചുമ്മാ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക്കിലുള്ള കുറെ ഫ്ലവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ സൈഡ് ഫുൾ ഇങ്ങനത്തെ ഒരു ടോയ് സെക്ഷനാണ്. ഇത് ഫുൾ ബോയ്സിനും അപ്പുറത്തങ്ങോട്ട് ഗേൾസിനും അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 5 പട്ടികൾ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തെല്ലാം മിണ്ടാതെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരുടെ അടുത്തും മിണ്ടാതിരുന്നോളെന്നാണ് അത് പറയണത്. അത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ അകത്തുള്ളൊരു പിക്ചർ എടുക്കേണ്ട ഒരു സെക്ഷനാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ സാധനമൊക്കെ കൊണ്ട് കാറിൽ വെച്ചിട്ട് നമ്മൾ ട്രോള് തിരിച്ച് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.